ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ഇതിനകത്ത് അവൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പല ആഗ്രഹങ്ങളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ആഗ്രഹങ്ങളാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന സംതൃപ്തിക്കും വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എന്തുകൊണ്ട് ചില പങ്കാളികൾ മുകളിൽ വരുന്ന പൊസിഷൻ ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഇതിനകത്ത് അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ ലൈംഗികതയിൽ വികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല. അത് ഓരോരുത്തർക്കും അതിൻ്റെ അളവിനും ആവശ്യകതയ്ക്കുമൊക്കെ വ്യത്യാസമുണ്ട്. ഏകദേശം 30% പേർക്ക് അമിത ആസക്തി ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനകത്ത് സ്ത്രീയും പുരുഷനും ഏകദേശം തുല്യമാണ്. എന്നാൽ അനുകൂലമല്ലാത്ത സാഹചര്യം കൊണ്ട് ഇത് ആസ്വദിക്കാനോ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാനോ പലർക്കും കഴിയാറില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് നല്ല ഭാഗ്യമുള്ളവരുണ്ട്. അവർക്ക് പറ്റിയ പങ്കാളിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തെങ്കിലേ ഒരു സംതൃപ്തിയുള്ളൂ. കാരണം അവരുടെ ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, ആറ്റിറ്റ്യൂഡ്, സാഹചര്യം, അതുപോലെ തന്നെ ഫാൻറ്റസി, ഇതൊക്കെ തന്നെ ഇതിന് അനുകൂലമാണ്. കാരണം എന്തൊക്കെ തിരക്കാന്ന് പറഞ്ഞാലും അവരിതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, സമയവും കണ്ടെത്തുന്നുണ്ട്. ഇനി ഇതിന് സാഹചര്യം ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർ സാഹചര്യം ഉണ്ടാക്കും. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രമേ ഇതിനകത്താണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പല സ്ത്രീകളെ സംബന്ധിച്ചും അവർക്ക് ചില ദിവസങ്ങളിൽ ഇത് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ള ദിവസം അവർക്കറിയാൻ പറ്റും. അവരത് ശക്തമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതിനെ അടിച്ചമർത്തി വെക്കുന്നോ അത്രത്തോളം ഇത് മുകളിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും. പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് എത്ര പ്രാവശ്യം ചെയ്യുന്നു എന്നതിനകത്തല്ല, ചെയ്യുന്നത് എത്ര ക്വാളിറ്റിയോടുകൂടിയാണ്, അതാണ് പ്രധാനം. ഇപ്പോൾ ആഴ്ച ഒരു ദിവസമാണെങ്കിലും എത്ര തീഷ്ണമായിട്ട് സംതൃപ്തമായിട്ട് കുറച്ചൊക്കെ സമയമെടുത്ത് ചെയ്യാൻ പറ്റി എന്നതാണ് പ്രധാനം. അപ്പോൾ ഇതിനെ ആശ്രയിച്ചാണ് ചില സ്ത്രീകളുടെ സന്തോഷവും റിലാക്സേഷനും ഒക്കെ ഇരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് പൂർണ്ണ സംതൃപ്തി കിട്ടുന്നെങ്കിൽ വല്ലപ്പോഴും ആണെങ്കിലും മതി. ഇഷ്ടപ്പെട്ട ആളോട് മുമ്പ് ചെയ്ത ലൈംഗികതയുടെ ഓർമ്മയായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് സന്തോഷവും സംതൃപ്തിയും പ്രതീക്ഷയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതലായിട്ടും ഓർമ്മയിൽ തങ്ങി നിൽക്കും, വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. പലർക്കും മുകളിൽ വരുന്ന രീതി കൂടുതലും ഇഷ്ടപ്പെടാൻ കാരണം ഇത് പൂർണ്ണ സംതൃപ്തി അവർക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. കാരണം സ്ട്രോക്ക് കിട്ടേണ്ട കറക്റ്റ് സ്ഥാനത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ അവർക്ക് ഈ ഒരു മെത്തേഡ് കൊണ്ട് സാധിക്കും. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വികാരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് കൂടുതലായിട്ടും പ്രകടിപ്പിക്കണമെന്നില്ല, എന്നാൽ ഉള്ളിൽ അത് തീവ്രമായി സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം കൂടുതലായിട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റ് എക്സ്പീരിയൻസ്, പിന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ. ചിലർ ഈ ഒരു വെറൈറ്റി ചെയ്യുമ്പോൾ അതിനകത്തെ ഫാൻറ്റസി ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അവർക്ക് അസ്വാഭാവികമായി ചെയ്യുമ്പോഴാണ് രസം കൂടുതലായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു രീതി അവർക്ക് പൂർണ്ണ സംതൃപ്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പങ്കാളി അതനുസരിച്ചുള്ള ആളായിരിക്കണം. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതി നോക്കുവാണെങ്കിൽ നമുക്കെല്ലാത്തിനും പറ്റിയ ഒരു കൂട്ട് വരിക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു രീതി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിന് ഒരു പ്രത്യേക കെയറിങ് കൊടുക്കുന്നുണ്ട്. കാരണം പല വെറൈറ്റി മെത്തേഡുകളും നല്ല ഷേപ്പ് ഉണ്ടെങ്കിലേ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ ഒരു രീതി സക്സസ് ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്ന പുരുഷന്മാരോട് അവർക്കൊരു പ്രത്യേക സ്നേഹവും കെയറിങ്ങും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഏതൊരു ജോലിയാണെങ്കിലും അത് സക്സസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപകരണം ഉണ്ടാവുമല്ലോ, അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ കിച്ചൺ വർക്കാണെങ്കിലും കറിക്കരിയുന്ന കത്തി നല്ല മൂർച്ചയുള്ളതാണെങ്കിലേ ഈസി ആയിട്ട് പണി നടക്കത്തുള്ളൂ. കാരണം ഓരോ കാര്യത്തിൻ്റെ പിന്നിലും ഒരു സയൻസ് പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പുരുഷൻ്റെ ആരോഗ്യവും അവരുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണമൊക്കെ മനസ്സിലാക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഈ ഒരു പൊസിഷനിൽ എനിക്ക് തോന്നുന്നു മനസ്സിൻ്റെ നിയന്ത്രണം കൂടുതലായിട്ട് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പുരുഷനെ സംബന്ധിച്ച് ലൈംഗികത ആരോഗ്യകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമൊക്കെ നല്ലൊരു ധാരണ വേണം.
അതുകൊണ്ട് നിയന്ത്രിക്കേണ്ട കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.